നമസ്കാരം, ഞാൻ ശ്രുതി നിതിൻ. ശ്രുതിസ് കുക്കറിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളൊരു സദ്യ വിഭവമാണ് ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നമ്മുടെ സദ്യയൊക്കെ കളർഫുൾ ആക്കണ ഒരു വിഭവമായിട്ടാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഇപ്പോൾ ബീട്രൂട്ട് പച്ചടിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന രീതിയിൽ അധികം ആരും ചെയ്യാറില്ല എന്നാണ് തോന്നുന്നത്. അറിയില്ല, ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവാം. എന്തായാലും നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം, ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഏത് പാത്രമായാലും കുഴപ്പമില്ല. അത് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ വേറെ ഏതെങ്കിലും ഓയിൽ ഉപയോഗിക്കാം. അപ്പോൾ ഇതൊരു നാടൻ റെസിപ്പി ആയതുകൊണ്ട് നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിച്ചെന്ന് മാത്രം. എന്നിട്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലോട്ട് കുറച്ച് കടുക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ അതിൽ തന്നെ നമ്മൾ താളിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. കടുക് പൊട്ടി കഴിയുന്നതോടുകൂടി ഇതിലോട്ട് 2-3 വറ്റൽമുളക് നടുവ് പൊട്ടിച്ചിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക. അതോടൊപ്പം തന്നെ കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. വേപ്പിലൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്രയാണെങ്കിൽ ഇതാ. എന്നിട്ട് ഇത് ചെറുതായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിങ്ങനെ കരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഈ മുളകൊന്ന് മൂത്ത് വന്നാൽ മാത്രം മതി. അപ്പോൾ ഇതിൻ്റെ കളറ് ഒന്ന് മാറി വരുന്ന സമയത്ത്, ഇത് ഇതുപോലെയൊക്കെ ആവുന്ന സമയത്ത് ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റുകയാണ്. ഈ കടുകും പിന്നെ ഈ മുളകും വേപ്പിലയും ഉലുവയൊക്കെ കൂടിയിട്ട് എല്ലാം വേറൊരു പാത്രത്തിലേക്ക്, കുറച്ച് വെളിച്ചെണ്ണ ബാക്കി വെച്ചിട്ട് ബാക്കിയെല്ലാം കൂടി ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ഈ ചട്ടിയിലുള്ള എല്ലാ കടുകും ഉലുവയും മുളകും വേപ്പിലൊക്കെ കൂടിയിട്ട് ഇതുപോലൊരു പാത്രത്തിലോട്ട് ഇങ്ങനെ കോരി മാറ്റിയിട്ടുണ്ട്. നമ്മൾ കറിയുടെ അവസാനം സാധാരണ താളിച്ച് ചേർക്കില്ലേ, അതാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഇനി വെളിച്ചെണ്ണയിലോട്ട് ഒരു ചെറിയ മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് 1, 2, 3 എത്രയാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. അതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഇതിലോട്ട് നമ്മൾ ചെറുതായിട്ട് കുനുകുനാന്ന് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് കളറൊക്കെ മാറുമ്പോൾ ഇതുപോലെയൊക്കെ ആവുന്ന സമയത്ത്, അതായത് ഏകദേശം ഒരു 1.5 മിനിറ്റൊക്കെ നമ്മൾ ഇങ്ങനെ വഴറ്റിയാൽ മതിയാവും. ആ ഒരു സമയത്ത് നമുക്ക് ഇതിലോട്ട് ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ ഒരു ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള 1/2 കപ്പ് ബീട്രൂട്ടാണ് ചേർക്കുന്നത്. ഇതൊരു മീഡിയം സൈസുള്ള ബീട്രൂട്ടിൻ്റെ പകുതിയാണുള്ളത്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം കുറച്ച് ചേർത്താൽ മതി, കാരണം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആവശ്യമുള്ളൂ. അപ്പോൾ കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആദ്യം കുറച്ച് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബീട്രൂട്ടിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയിട്ട് ഇതൊന്ന് വാടി വരണം. അപ്പോൾ അതുവരെ ഇതൊന്ന് വഴറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ നമുക്ക് ഇതിലോട്ടുള്ള അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അരപ്പിലേക്കായിട്ട് നമ്മളിവിടെ ഒരു 1/4 കപ്പ് ചെറുകിയിട്ടുള്ള നാളികേരം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചെറുകിയിട്ടുള്ള തേങ്ങ നമ്മളൊരു മിക്സിയുടെ ബൗളിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഈ സമയം നമ്മൾ അപ്പുറത്ത് ബീട്രൂട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അടുക്കി പിടിക്കാണ്ടിരിക്കാനായിട്ട് ഒന്ന് നോക്കിയാൽ മതി. ഇതിലോട്ട് നമ്മൾ കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതിയൊക്കെ എടുത്താൽ മതിയാവും. അതിനുശേഷം കുറച്ച് കടുകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു നുള്ളു കടുക് ചേർത്താൽ മതി. കൂടുതലായി ആ കടുകിൻ്റെ ഒരു ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല. എരിവിനായിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അത് 2-3 നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മഷി പോലെ അരച്ചെടുക്കുക. അപ്പോൾ അതിനായിട്ട് ആദ്യം കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഒരു 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാവും. എന്നിട്ട് ഒന്ന് അരച്ചെടുത്തതിന് ശേഷം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക. അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ ബീട്രൂട്ടിൻ്റെ പച്ചമണൊക്കെ മാറിയിട്ട് ബീട്രൂട്ട് ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കണം. മുഴുവനായിട്ട് നമ്മൾ ആ അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം മിക്സിയുടെ ബോളിൽ കുറച്ചും കൂടി ഉണ്ടാവില്ല. അപ്പോൾ അതിലേക്കായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 1/4 കപ്പൊക്കെ വെള്ളം ഒഴിച്ചാൽ മതിയാവും. അത് ഒഴിച്ചിട്ട് ഇതിൽ ആ ചട്ടിയിലോട്ട് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയിട്ട് വരണം. അപ്പോൾ അതിനായിട്ട് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. അങ്ങനെ അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ട്, അതായത് പരിപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു 3 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്കിതിലോട്ട് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർക്കണേറ്റ് മുന്നേ നന്നായിട്ട് ഉടയ്ക്കണം. അതായത് ഒരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് അതിൻ്റെ കട്ടകളൊക്കെ ഉടച്ചതിന് ശേഷം ഒന്ന് ചേർത്ത് കൊടുക്കുക. ഒരു 4 ടേബിൾ സ്പൂൺ തൈര് ചേർത്താൽ മതി. അതായത് ഒരു 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തൈര് ചേർക്കുമ്പോൾ പിന്നെ ശ്രദ്ധിക്കേണ്ടത് അധികം പുളി ഇല്ലാത്ത തൈര് വേണം നമ്മളിലേക്ക് ചേർക്കാനായിട്ട്. പുളി കൂടുതലുള്ള തൈര് ചേർക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഇല്ലാത്ത പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പുളി മുന്നിൽ നിൽക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ അധികം പുളിയില്ലാത്ത ഒരു കുറച്ചൊക്കെ പുളിയുള്ള തൈര് ചേർത്ത് കൊടുക്കാൻ നോക്കുക. അപ്പോൾ തൈര് ചേർത്ത് കൊടുത്ത ശേഷം ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് എല്ലായിടത്തും ആക്കി കൊടുക്കുക.
അപ്പോൾ അതോടുകൂടി തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. തൈര് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. തൈര് പിന്നീട് തിളപ്പിക്കരുത്, അതൊന്ന് ചൂടാവേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഈ സമയത്ത് ഇതിൽ ഉപ്പും പുളിയൊക്കെ നോക്കാം. പുളി കുറവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്രം നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂൺ കൂടി തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെ ഇത്രയും ഒരു പഞ്ചസാര, ഒരു ചെറിയ നുള്ളൊക്കെ പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് മധുരരസമൊന്നും നമ്മുടെ കറിക്ക് ഉണ്ടാവില്ല, ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവുകയേ ചെയ്യുള്ളൂ. അപ്പോൾ ഇത്രയും ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ മധുരിച്ച് മുന്നിൽ നിൽക്കും. അപ്പോൾ ഇതൊരു മധുരമുള്ള കറിയൊന്നുമല്ല, അതുകൊണ്ട് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തൈരിൻ്റെ പുളിയാണ്. അപ്പോൾ തൈരിൻ്റെ പുളിക്കനുസരിച്ചിട്ട് വേണം നിങ്ങൾ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അതിന് തന്നെ നമ്മളൊരു 3 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും. എന്നിട്ട് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൂട്ടി ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മളെപ്പോഴും അധികം പുളി ഇല്ലാത്ത തൈര് എടുക്കാൻ നോക്കുക. അപ്പോൾ ഇത്രയല്ല, വളരെ എളുപ്പമാണ് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇത് നമ്മൾ ആദ്യം തന്നെ താളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ഓണസദ്യ ഈ കറിയൊക്കെ വിളമ്പിയിട്ട് നല്ല കളർഫുള്ളാക്കി എടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഓണത്തിന് അല്ലെങ്കിൽ നിങ്ങൾ സദ്യ ഉണ്ടാക്കണ ഏത് അവസരത്തിലായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടോയെന്ന് എനിക്കറിയില്ല. ഈ ഒരു രീതിയിൽ ബീട്രൂട്ട് പച്ചടി അധികം ഉണ്ടാക്കാറില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ ഇത് ഉണ്ടാക്കണേക്ക് മുന്നേ ഇതുപോലെ ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കാറുണ്ടോയെന്ന് യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കി. അപ്പോൾ ഞാൻ കണ്ട വീഡിയോയിലൊന്നും ഇതുപോലെ ഉണ്ടാക്കണ ആരും കണ്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് അറിയിക്കുക. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവർക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ നിങ്ങൾ ഈ ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ടൊന്ന് അയച്ചു തന്നേക്കണം കേട്ടോ. അപ്പോൾ അയക്കേണ്ടത് ഒന്നില്ലെങ്കിൽ ഇമെയിൽ ചെയ്യാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജിലോട്ട് അയക്കാം. അപ്പോൾ അതിൻ്റെ 2 ID ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, അതിലോട്ടൊന്ന് അയച്ചാൽ മാത്രം മതി. അപ്പോൾ നമുക്കത് കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതായത് നിങ്ങളെല്ലാവരും നല്ല ഭക്ഷണം കഴിച്ച് ഹെൽത്തി ആയിട്ട് സന്തോഷമായിട്ട് തന്നെ ഇരിക്കുക. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ.